നമസ്കാരം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 8. കഴിഞ്ഞ എപ്പിസോഡിലെ 7ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. ഇന്ന് 8ാമത്തെ ശ്ലോകം. സൂതാവാച പ്രീതിശൗനകചിത്തേതേ യതോ വശ്മി വിചാര്യച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. എടുത്ത പൊന്താത്തൊരു ശ്ലോകമാണ്, അല്ലെങ്കിൽ മൃതസഞ്ജീവിനിയായിട്ടുള്ള ശ്ലോകമാണ്. രണ്ടിനും അർത്ഥം അറിയണം. പ്രീതി ശൗനക ചിത്തേ തേ യതോ വശ്മി വിചാര്യച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രകരണമാണ് ഭാഗവതം. സംസാരഭയനാശനം. സംസാരത്തിൽ ഭയം ഉണ്ടാവില്ല. സംസാരത്തിലുള്ള ഭയത്തിനെ നശിപ്പിക്കണം. ജീവിത സന്ധാരണത്തിൽ എങ്ങനെ പോവും, എങ്ങനെ മുന്നേറും, എങ്ങനെ പര്യവസാനിക്കും, ഇതൊന്നും എൻ്റെയും നിങ്ങളുടെയും കയ്യിലല്ല. ഞാനും നിങ്ങളും പൂർവജന്മാന്തരത്തിൽ ചെയ്ത കർമ്മഫലമായിരിക്കുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും പുണ്യവും പാപവും സുഖദുഃഖങ്ങളായി അനുഭവിക്കാൻ നാമായിട്ട് ചോദിച്ചു വാങ്ങിയിട്ടുള്ള ജന്മാണിത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളെന്നാണ്. സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ജീവാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് സഞ്ചരിച്ചും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രാരബ്ധങ്ങൾ. മുൻജന്മത്തിൽ സഞ്ചരിച്ചൂല്ലോ നമ്മൾ. ആരായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും മനുഷ്യനിൽ നിന്ന് മനുഷ്യനായി എന്ന് ഞാൻ പറയില്ല. കർമ്മഫലം കൊണ്ട് പൂച്ചയാവണു, എലിയാവണു, ആടാവണു, അല്ലെങ്കിൽ ദേവനാവണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ സർവസിദ്ധാന്ത നിഷ്പന്നം ഒരു വാക്കുണ്ട്. എല്ലാം സിദ്ധിക്കത്തക്കതായ, അല്ലെങ്കിലും വേദം ഉപനിഷത്ത് എന്താ പറഞ്ഞത്? അഷ്ടസിദ്ധികൾ, 8 തരം സിദ്ധികൾ. എന്തൊക്കെയാണ് 8 തരം സിദ്ധികൾ? വിദൂരത്തിൽ നടക്കണ കാര്യം ഇവിടെ കേൾക്കുക. വിദൂരത്തിൽ കാണുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മുടെ മനസ്സിൽ കാണുക. പിന്നെ ഹിമാലയം പോലെ വലുതാവുക, ഒറ്റകോശമായ അമീബയെ പോലെ ചെറുതാവുക. ഇങ്ങനെ ഒരു 8 എണ്ണുണ്ട്. അത് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പർവ്വതം പോലെ വലുതാവുക, പിന്നെ ഒറ്റകോശമായിട്ടുള്ള അമീബ ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഹനുമാൻജിക്ക് ഈ സിദ്ധികളൊക്കെ ഉണ്ട്. അപ്പോൾ ഹനുമാൻ പിന്നെ ലങ്കയ്ക്ക് ചാടുമ്പോൾ രാമശരത്തിൻ്റെ വേഗത്തിൽ പോയിന്നാണ് ആകാശത്തു കൂടെ. അപ്പോൾ ഒരു ഛായാഗ്രഹിണി അദ്ദേഹത്തിനെ വിഴുങ്ങി. എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് സംവാദമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഛായാഗ്രഹിണിയെ ആദ്യം സംബോധന ചെയ്തത് അമ്മേന്നാണ്. അതോടുകൂടി ഇവനെ പരീക്ഷിക്കാം എന്നല്ലാതെ കണ്ട് ഇവനെ അശിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ എന്നാൽ ശരി, വായ പൊളിച്ചോളൂ എന്ന് പറഞ്ഞു. 10 യോജന വലുതാക്കി. അപ്പോൾ ഹനുമാൻ 20 യോജന വലുതാക്കി. അപ്പോൾ രാക്ഷസ സ്ത്രീ വീണ്ടും വായ വലുതാക്കി. ഇങ്ങനൊരു 100 യോജന വലുതാക്കിയപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിനെ ചെറുതാക്കി വായി കൂടെ പോയി ചെവി കൂടെ പുറത്തു പോകും. അപ്പോൾ ആ സിദ്ധികൾ വേണം. പക്ഷേ സിദ്ധികൾ വന്നാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം?
ഞാൻ കേമനാണ്, എനിക്ക് പലതും സാധിക്കുന്ന സിദ്ധികളില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ നാട്യം കാണിക്കും. അതാ പകട. അപ്പോൾ അഷ്ടൈശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത് തപസ് ചെയ്തത്. ഇതിന് പ്രാവർത്തികമായ ഒരു കഥയുണ്ട്. എന്താ കഥ? ശങ്കരാചാര്യർ ദി ഗ്രേറ്റ് അല്ലേ, ലോകം കണ്ട അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രവാചകൻ. 7ാമത്തെ നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്, കാലടിയിൽ. അപ്പോൾ ശങ്കരാചാര്യരെ അതിപ്പോൾ അതെ, ശങ്കരാചാര്യരെ ദിഗ്വിജയം ചെയ്യാം. ഒരു മിനിറ്റ് ബ്ലാങ്കായി, ഒരു സെക്കൻഡ് ബ്ലാങ്കായി. അതാണ് ഞാൻ ഒന്ന് തപ്പിയത്. എന്തോ ആവട്ടെ. അപ്പോൾ ശങ്കരാചാര്യരെ ദിഗ്വിജയം ചെയ്യുമ്പോൾ അനേകം ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ കരയിൽ നിന്ന്, ഒരു കരയിൽ നിന്ന് മറുകരയിലുള്ള ഒരു ശിഷ്യനെ വിളിച്ചു, ഇതാ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഗംഗയ്ക്ക് ആ സ്ഥലത്ത് വീതി. ഇദ്ദേഹം, ആ ശിഷ്യൻ എന്ത് ചെയ്തു? ഹരശങ്കര ശിവശങ്കര എന്നിങ്ങനെ പാടി കാലെടുത്ത് ഗംഗയിലേക്ക് വെച്ചപ്പോൾ ഒരു താമര പുറപ്പെട്ടു. 2ാമത്തെ കാല് വെക്കുമ്പോൾ വേറൊരു താമര. അങ്ങനെ ഇദ്ദേഹം കാല് നീട്ടി നീട്ടി വെക്കുമ്പോൾ ഓരോരോ താമര വന്നു. ഇദ്ദേഹം ചവിട്ടി, താമര താണില്ല. ഇദ്ദേഹം ഇങ്ങേപ്പുറത്ത് എത്തി, ദണ്ഡ നമസ്കാരം ചെയ്തു. എന്താ ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞാൽ? വാഴ വെട്ടിയിട്ട കൂട്ടത്തില് അല്ലെങ്കിൽ വടി പോലെ നമസ്കരിച്ചു. ഇദ്ദേഹം എണീപ്പിച്ചു. അല്ല, ശിഷ്യൻ്റെ പേര് പറഞ്ഞിട്ട്, അല്ല താൻ ഈ ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട് എത്ര കാലം തപസ്സനുഷ്ഠിച്ചു? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു 7-8 വർഷം ഞാൻ തപസ് ചെയ്തിട്ടാണ് ഈ സിദ്ധി ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കേക്കച്ചിൽ. ശങ്കരാചാര്യർ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല തനിക്ക് സിദ്ധി ഉണ്ടായതിൽ. പക്ഷേ ആ സിദ്ധി ഏകാഗ്രചിത്തനായിട്ട് ഈശ്വരപാദാരവിന്ദത്തിൽ ഈശ്വരനെ അനുമോദിക്കത്തക്ക വിധത്തിൽ ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് കാണാൻ അല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്? 2 മുക്കാല് കൊടുത്ത തോണിക്കാരൻ ഗംഗ കെടുത്തില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇപ്പം എന്താ കഥയിൽ നിന്ന് മനസ്സിലായത്? എനിക്കും നിങ്ങൾക്കും നിരന്തരമായ ഈശ്വര ഉപാസന കൊണ്ട് പല സിദ്ധികളുണ്ടാവും. ആ സിദ്ധികൾ പരോപകാരമായിട്ട് ഉപകരിക്കുക എന്നല്ലാണ്ട്, ഇപ്പം എൻ്റെ സിദ്ധി കൊണ്ട് എനിക്ക് കുറേ അറിവുണ്ടെങ്കിൽ ആ അറിവ് ഞാൻ നിഷ്കാമനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, നിഷ്കാമനായിട്ട് നിങ്ങൾക്ക് തരണം. നിങ്ങൾ നാളെ എന്നെ കാണുമ്പോൾ നീണ്ടു നിവർത്തി നമസ്കരിക്കുന്നോ, നിങ്ങൾ ദക്ഷിണ തരുന്നോ എന്നുള്ള ഒരു തെറ്റായ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിക്കരുത്. ഈശ്വരൻ്റെ നിയോഗമാണ് ഭാഗവതം മൂലം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയാമെന്നല്ലാതെ കണ്ട് വേറൊന്നും അതിൽ പാടില്ല, വേറൊന്നും സ്വീകരിക്കാനും പാടില്ല. എന്താ കാരണം? ഭാഗവതം പറയുന്നുണ്ട്, പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദരംഭരികളായിട്ട് നിങ്ങൾ എന്നെ വിറ്റ് തിന്നരുത്. വയറ് നിറയ്ക്കാനായിട്ട് ഭാഗവത കഥകൾ പറയരുത്. അതിന് വലിയൊരു ഉദാഹരണമാണ് കുചേലൻ. കുചേലൻ്റെ സഹോദരൻ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്ലോകങ്ങളൊക്കെ എഴുതി സമർപ്പിച്ച് ധാരാളം കാശ് വാങ്ങിയിട്ട് ധനവാനായിട്ട് കഴിയണം. അപ്പോൾ ഒരു നാൾ കുചേലൻ പറഞ്ഞു, കുചേലനോട് കുചേലൻ്റെ സഹോദരൻ പറഞ്ഞു, അങ്ങ് എന്നേക്കാളിലും കേമനാണ്. ഒരു 4 വരി കവിത ആ രാജാവിനെ പറ്റി എഴുതി കൊണ്ടു കൊടുത്താൽ ഈ ദാരിദ്ര്യം തീരില്ലേ ചോദിച്ചു. അപ്പോൾ കുചേലൻ പറഞ്ഞു, എനിക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് എൻ്റെ കൃഷ്ണനാണ്. എനിക്ക് ഒരു ഭഗവാനേ ഉള്ളൂ, അത് എൻ്റെ കൃഷ്ണനാണ്.
കൃഷ്ണനല്ലാതെ കണ്ട് ഞാൻ വേറൊരാളെ പ്രകീർത്തിക്കില്ല. ഇതാണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയണ കാര്യം നിങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ട് തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. മരത്തിൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചാൽ മതി, ബ്രാഞ്ചസുകൾ വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതര ദേവന്മാരെ കൃതകൃത്യതയോടുകൂടി അവരുടെ ജോലികളിൽ വ്യാപൃതനാവുന്നത് ഈ മഹാചൈതന്യമാകുന്ന പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ. ജനന മരണ ജനിക്കുക, സ്ഥിതി ചെയ്യുക, വളരുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആറ് കാര്യങ്ങളാണ്. ആ 6 കാര്യങ്ങൾ ഭഗവാനില്ല. ഭഗവാൻ ജനിക്കണില്ല, എവർ എക്സിസ്റ്റിംഗ് ആണ്. ഭഗവാൻ മരിക്കണില്ല, ഭഗവാൻ വളരണില്ല, ഭഗവാൻ നിരാകാരനാണ്, ഭഗവാൻ നിർവികാരനാണ്. ഭഗവാൻ നിർവികാരനാണ് എന്നുള്ള വാക്കാണ് കൂടുതൽ പ്രസക്തി. എന്താ, ഞാനും നിങ്ങളും മാറത്തടിച്ച് നിലവിളിച്ചാലും ഭഗവാൻ നമ്മൾക്കൊന്നും തരാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഭക്തി കൊണ്ട് നിങ്ങൾക്കെല്ലാം ഉണ്ടാവും. ആ ഭക്തി കറകളഞ്ഞ ഭക്തിയായിരിക്കണം. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാതെ കണ്ടുള്ള ഭക്തി വിലപ്പോവില്ല. ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചാലും ശരി, ഗുരുവായൂരിൽ നമ്മൾ ഉത്സവം നടത്തിയാലും ശരി, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചിലവുള്ള കാര്യം അല്ലേ? അല്ലെങ്കിൽ ഒരു 10 ആനേനെ സ്പോൺസർ ചെയ്തു, അല്ലെങ്കിൽ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിന് കരിമരുന്ന്. ഭഗവാൻ അളവില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ പരതന്ത്രനാണ്. ഞാൻ എൻ്റെ ഭക്തന്മാർക്ക് അധീനനാണ്, ഞാൻ ബ്രാഹ്മണർക്ക് അധീനനാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വഴിപാട് ചെയ്തിട്ടും കാര്യമില്ല. ആ വഴിപാട് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. സമർപ്പണം എന്നാണ്. ഞാൻ എന്നെ ഭഗവാൻ സമർപ്പിച്ചു. പാണ്ഡ്യരാജാവായ സിദ്ധിപ്നൻ എന്നുള്ള ആള് ശാപം കൊണ്ട് ആനയായിട്ട് മാറി. അപ്പോൾ ആനയ്ക്ക് ബലം കരയിലേ ഉള്ളൂ, വെള്ളത്തിൽ ബലം മുതലയ്ക്കും. അപ്പോൾ 1000 സംവത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച സ്ഥലത്ത് ഒരു താമര ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഗജേന്ദ്രൻ തുമ്പിക്കൈയിൽ താമര വെച്ചത് ഏതാ? അതിന് ഭാഗവതം അഗാധമായിട്ട് പഠിക്കണം. തൻ്റെ മനസ്സിൻ്റെ പ്രതീകമായിരിക്കുന്ന താമരേനെയാണ് കൊടുത്തത്. അത് ചിത്രകാരന്മാർ താമരയായിട്ട് വരച്ചു, നമ്മൾ അതിൽ വീണു. ഏപ്രിൽ മെയ് ദിവസത്തിൽ നല്ല പൊരിഞ്ഞ വേനൽ ഒരു താമര കിട്ടണമെങ്കിൽ ചിലപ്പോൾ 25 50 ഒക്കെ കൊടുക്കേണ്ടി വരും. അത് കൊടുത്താൽ നമ്മൾക്ക് മോക്ഷം കിട്ടും, നമ്മൾക്ക് സർവാഭീഷ്ടങ്ങളും കിട്ടുമെന്ന് നമ്മൾ തെറ്റിപ്പോയി. അത് ഭഗവാൻ നിർവികാരനാവുക കാരണം ഭഗവാൻ അതിലൊന്നും അളകില്ല. ഭഗവാൻ വളരെ സ്റ്റേണായിട്ട് പറയണു, എനിക്ക് പ്രിയമാരോടുമില്ല, എനിക്ക് അപ്രിയമാരോടുമില്ല, ഞാൻ സാക്ഷി മാത്രമാണ്. ഇതിനെ മുഖവിലക്കെടുക്കണം. എപ്പോൾ 8 10 12 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പേരക്കുട്ടികളും നമ്മുടെ കുട്ടികളും നമ്മളും ഒക്കെ ഇതിനെ മുഖവിലക്കെടുക്കണം. അങ്ങനെ ആയാൽ നമ്മൾ സുസൈഡ് ചെയ്യില്ല, അങ്ങനെ ആയാൽ നമ്മൾ തെറ്റുകൾ ചെയ്യില്ല, അങ്ങനെ ആയാൽ നമ്മൾക്ക് അന്യൻ്റെ മുതലിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ സിദ്ധികളുടെ പിന്നാലെ പോകരുത്. എനിക്ക് കാണാൻ പാഠം അറിയാം, എനിക്ക് രാഗവിസ്താരം ചെയ്യാൻ അറിയാം, സ്വയം പറയരുത്, ചെയ്യരുത്. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യരുത്. കാരണം എന്താ? അവരവരുടെ സ്വതസിദ്ധമായൊരു രീതിയിൽ കാര്യങ്ങൾ നടത്തണം. ഭഗവാൻ അതാണ്, കോപ്പി അടിക്കണത് ഭഗവാൻ ഇഷ്ടമല്ല. അപ്പം ഇത് പറയാൻ കാരണം സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം എന്നാ. അപ്പോൾ അത് 14 മിനിറ്റ് പോയി, സാരമില്ല, എന്താ ചെയ്യുക, സമയം എൻ്റേതല്ല, ഭഗവാന്റെയാണ് അല്ലേ. അപ്പോൾ പ്രീതി ശൗനക ചിത്തേതേന, അതിനെന്താ അർത്ഥം പറഞ്ഞത്? ശൗനക അല്ലയോ ശൗനകാം, തേ ചിത്തേ അങ്ങയുടെ ചിത്തത്തിൽ, തേ ചിത്തേ അങ്ങയുടെ ചിത്തത്തിൽ പ്രീതി അസ്തി, പ്രീതിയുണ്ട്. മമതയുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, മമത ഭഗവാന്റെ അടുത്ത് വില പോവില്ല. പ്രീതി ചിത്തേ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണം എൻ്റെ വാക്കുകൾ.
അവരെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടോളണമെന്നില്ല. പക്ഷേ ആത്മാവിനെ മനസ്സിലാക്കും. അതിനാണ് നാദബ്രഹ്മം. ശബ്ദം ബ്രഹ്മാണ്, ഓങ്കാരം ബ്രഹ്മവാചകാണ്. ഓം നമ ഓം നമ ഓം നമ. ഞാൻ ഈ ബ്രഹ്മത്തെ നമിക്കുന്നു. അതിനേക്കാൾ വലിയൊരു മന്ത്രമില്ല. അപ്പോൾ വായയിൽ ഒതുങ്ങാത്ത വാക്കുകൾ ജപിച്ച് തെറ്റായി പ്രൊനൗൺസ് ചെയ്ത് നൂലാമാലകൾ ഉണ്ടാക്കണേക്കാളും നല്ലത് നല്ല സ്വാധീനമുള്ള സ്വരങ്ങളെ കൊണ്ട് അറിയുന്ന വാക്കുകൾ ഉച്ചരിച്ചാൽ മതി. അതുകൊണ്ടാണ് ചിത്തേതേ, ചിത്തത്തിൽ, പിന്നെ പ്രീതി അസ്തി, പ്രീതിയുണ്ട്, ഞങ്ങളോട് പ്രീതിയുണ്ട്, ലോകരോട് പ്രീതിയുണ്ട്. ലോകരോട് പ്രീതിയുള്ളവരാണ് എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ശബ്ദം ഉപയോഗിക്കില്ല. എൻ്റെ കുട്ടികൾ നന്നാവണേ, എൻ്റെ ഭാര്യയ്ക്ക് സുഖം ഉണ്ടാവണേ, എൻ്റെ ഭർത്താവിന് സുഖം ഉണ്ടാവണേ എന്ന് പറയില്ല. കാരണം എന്താ? എൻ്റേന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടേക്ക് നോക്കില്ല എന്നാ. നടക്ക് എൻ്റേന്ന് അല്ലേ? യശോദമ്മ കെട്ടിടാൻ കൂടി ഞാൻ എന്നെ കെട്ടിയിടുന്നുള്ള ധാരണയാണ്. എത്ര നൂലുകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ചിട്ടും 2 അങ്കുലത്തിന് വ്യത്യാസം വന്നു എന്നാണ് ഋഷി. അപ്പോൾ ഋഷീശ്വരന്മാർ കണ്ട് അത്ഭുതപ്പെടാണ്. യശോദമ്മ എന്താണ് ഈ വയ്യാവേലിക്ക് നിൽക്കുന്നത്? ഈ പരബ്രഹ്മമൂർത്തിനെ കെട്ടിയിടാൻ പെടുമോ? അദ്ദേഹം സ്വയം നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ അന്തര്യാമിയായി കൂടസ്ഥനായി സർവജീവഗുഹാശനായിട്ടിരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിനെ പുറത്ത് നമ്മൾ കെട്ടിയിട്ടാൽ എന്തായി അർത്ഥം? അപ്പം ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അതുകൊണ്ട്, എന്തുകൊണ്ട്? അതുകൊണ്ട് സർവസിദ്ധാന്ത നിഷ്പന്നം സർവങ്ങളായ സിദ്ധാന്തങ്ങളിൽ നിന്ന് സിദ്ധിച്ചിരിക്കുന്നതും എല്ലാ സിദ്ധികളിൽ നിന്നും നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹിക്കണം. അപ്പോൾ സർവങ്ങളായ സിദ്ധാന്തങ്ങളിൽ നിന്ന് സിദ്ധിച്ചിരിക്കുന്നതും സംസാരഭയനാശനം, സംസാരഭയത്തെ നശിപ്പിക്കുന്നതുമായ. എന്താ സംസാരഭയത്തെ നശിപ്പിക്കണതെന്ന് പറഞ്ഞാൽ? ജനിക്കുക മരിക്കുക, ജനന മരണ പ്രവാഹത്തിൽ പെട്ടുകൊഴില്ല. അതിനാണ് സംസാരം എന്ന് പറയാം. തമിഴ്നാട്ടിലെ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. എന്നാൽ ഒരു കണക്കിന് ജനിക്കാനും മരിക്കാനും കാരണം എന്താ? ഐദർ സ്പോസ്, ഭാര്യയ്ക്ക് ഭർത്താവും സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ പറയാം, നിങ്ങൾ തന്നെ എനിക്ക് 7 ജന്മം ഭർത്താവണം. നമ്മൾ പെട്ടു. നീ എന്നെ എൻ്റെ ഭാര്യ ആവണം, അവളും പെട്ടു. കാരണം എന്താ? ഈ ജന്മം ഞാനും നിങ്ങളാണോ നിയന്ത്രിക്കണത്? അപ്പം നമ്മൾ എത്ര പാഴ്വാക്കുകൾ പറയുന്നുണ്ട്, എത്ര പൊലിപ്പിക്കുന്നുണ്ട്, അത്രയും നമ്മുടെ നെഗറ്റീവ് എനർജി പോവും. നമ്മൾക്ക് 2 എനർജിയാണ് ശരീരത്തിലുള്ളത്. ഒന്ന് പോസിറ്റീവ് എനർജി, ഒന്ന് നെഗറ്റീവ് എനർജി. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി കാത്തു നിൽക്കുക. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുന്നൊരു ചില പ്രിൻസിപ്പിളുണ്ട് ചില പരീക്ഷയ്ക്ക്. അതായത് 100 ചോദ്യത്തിൽ 50 എണ്ണം നിങ്ങൾ ശരിക്കും എഴുതി, അപ്പം നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടണം. പക്ഷേ 50 എണ്ണം ബാക്കിയുള്ളത് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. അല്ല, നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്തു, തെറ്റായ ഉത്തരം എഴുതി വെച്ചു, 50 മാർക്ക് മൈനസായി. അപ്പോൾ ഈശ്വരൻ ഇങ്ങനെയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള, നിങ്ങളല്ല, ഞാൻ ചെയ്തിട്ടുള്ള പാപ പുണ്യങ്ങളുടെ ഒരു അക്കൗണ്ട് ഭഗവാന്റെ ഉണ്ട്. ആ ഭഗവാൻ ഒരു ശ്രീലകത്തും അല്ല ഇരിക്കുന്നത്, എൻ്റെ മനസ്സാകുന്ന ശ്രീലകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ വേറൊരുത്തിന് നാശം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ജീവിനെ ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കനും മട്ടണും തിന്നാൻ പാടില്ല. കാരണം എന്താ? അതൊക്കെ സാത്വിക രാജസ ഗുണങ്ങളാണ്.
ആ സാത്വികരുടെ ഗുണങ്ങളാ ആസുരീയ പ്രവൃത്തികളുടെ രാക്ഷസന്മാരുടെ സ്വഭാവം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അതാണല്ലോ ഈ ചോരയും ചോരയോടനുബന്ധിച്ച് ഒരു ജീവിനെ ഒരു വസ്തുവിന് ജീവൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ജീവിനെ കൊല്ലാനുള്ള അധികാരം നമുക്കുണ്ടോ? പിന്നെ സനാതനധർമ്മം ഉറക്കെ പറയണു, എന്താ പറയാ, അഹിംസ പരമോ ധർമ്മ. ഹിംസിക്കാതെ കണ്ടിരിക്കുക, കൈ ചൂണ്ടി സംസാരിക്കരുത്, നീ എന്ന് വിളിക്കരുത് എന്നൊക്കെയാണ്. അപ്പം ആ നീ എന്ന് വിളിച്ചാലത്തെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് 10ാം ദിവസമാണ് ഭീഷ്മ പിതാമഹൻ വീഴണത്, അതായത് മരിക്കണത്. അത് എങ്ങനെ? സ്വയം കീഴടങ്ങാണ് അദ്ദേഹം. അപ്പം അതിൻ്റെ മുമ്പ് പല കഥകളും പറയണം. ഒന്ന്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് അർജുനനും ദുര്യോധനനും ഒരേ സമയത്ത് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പം ആദ്യം എത്തിയത് അർജുനനാ. അർജുനൻ ഭഗവാന്റെ പാദത്തിൽ തൊഴുതുകൊണ്ട് നിന്നു. അപ്പം ഇവരിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഭഗവാൻ അറിയാലോ. സർവന്തര്യാമി അല്ലേ, സർവജ്ഞനല്ലേ, സർവവ്യാപി അല്ലേ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഗാംഭീര്യമായിട്ടൊരു സിംഹാസനം തൻ്റെ തലയ്ക്കും ഭാഗത്ത് വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ വന്നു. ദുര്യോധനന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, സിംഹാസനത്തിൽ കയറി ഇരുന്നു തന്നെ. അപ്പോൾ ഭഗവാൻ ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഭഗവാൻ ഉറക്കം നടിക്കണം. അങ്ങനെ മലന്ന് കിടക്കുന്ന ആളെ നീട്ടാൽ ആരേനെ ആദ്യം കാണാം? അർജുനനെ കാണാം. ആ അർജുന എന്താ വന്നത്? അല്ല, ഇങ്ങനെ കൗരവരും ഞങ്ങളായിട്ടൊരു യുദ്ധമുണ്ട്, അതിന് അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, നന്നായി. അല്ല, ഇത് തീരുമാനിക്കണതിൻ്റെ മുമ്പേ എൻ്റെ മൂത്ത സഹോദരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആര്? കൗരവരിൽ പ്രധാനിയായിട്ടുള്ള ദുര്യോധനൻ. ആ ദുര്യോധന, താൻ എവിടെ ഇരിക്കണത്? ആ അപ്പം അദ്ദേഹം നോക്കി, ഓ സിംഹാസനത്തിന് ഇരിക്കുന്നുണ്ട്. ദുര്യോധന, എൻ്റെ കണ്ണ് മുമ്പിലേക്കാണ്, എൻ്റെ കണ്ണ് പിന്നിലേക്കല്ല. ചെവിയും 2 ചെവികൾ ഇടതും വലതും ഉണ്ടെന്നല്ലാണ്ട് കണ്ണില്ലല്ലോ ദുര്യോധന. അപ്പം ആരാ ആദ്യം വന്നത്? അവർ പറയൂ. അപ്പോൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടനോട് സംസാരിച്ചതിന് ശേഷം മതി എന്നോട് സംസാരിക്കുക എന്നുള്ളൊരു ധാർമ്മിക വശം അർജുനൻ എക്സ്പ്രസ് ചെയ്തു അവിടെ. ഇതൊക്കെ നമ്മൾ ഗുണപാഠമായിട്ട് പഠിക്കണം. അപ്പോൾ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, ഞാൻ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കില്ല. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത്, ഞങ്ങളുടെ ഐശ്വര്യവത്തായിട്ടുള്ള സൈന്യങ്ങളൊരു ഭാഗത്ത്. അങ്ങക്ക് എന്താ വേണ്ടത്? ഞാനാ വേണ്ടത്, എൻ്റെ ചൈതന്യങ്ങളാണ് വേണ്ടത്. അല്ല, എനിക്ക് ചൈതന്യം മതിയെന്നായി. അല്ല, സൈന്യം മതിയെന്നായി. ചൈതന്യമല്ല, സൈന്യം മതിയെന്നായി. ഓ സന്തോഷം. അർജുന, ഇനിയിപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ, ഞങ്ങൾക്ക് ഭഗവാൻ, എനിക്കെന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് പാണ്ഡവന്മാർക്ക് അങ്ങ് മതി. അർജുന, ഒരു കാര്യമുണ്ട്, എനിക്ക് തേര് തളിക്കാനറിയാം, അത് ഞാൻ ചെയ്തു തരാം. ഞാൻ ആയുധം എടുക്കില്ല കേട്ടോ, വേണ്ട. അങ്ങ് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എൻ്റെ ഗാന്ധീവ്യത്തിന് ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പിരിഞ്ഞത്. ഇനി കഥയുടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. എന്താ? ഭഗവാൻ പരതന്ത്രനാണ്. ഭക്തന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടി ഏതറ്റവും ഭഗവാൻ പോകും. അപ്പോൾ ദുര്യോധനൻ കൗരവ സഭയിൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്തായി ദുര്യോധന, പോയിട്ടുള്ള കാര്യം, പോയ കാര്യം എന്തായി? ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? അല്ല, കൃഷ്ണൻ ഒരു കണ്ടീഷൻ, 2-3 കണ്ടീഷൻ പറഞ്ഞു.
ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് സൈന്യം. ഏതാ വേണ്ടത് ചോദിച്ചു. ഞാൻ തന്ത്രത്തിൽ സൈന്യം മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഭീഷ്മ പിതാമഹൻ മനസ്സിൽ വിചാരിച്ചു പാണ്ഡവർ ജയിച്ചു. കാരണം എന്താ, ധർമ്മം എവിടെയുണ്ടോ അത് ജയിക്കുന്ന ആരാണ്. കൃഷ്ണൻ ജയിക്കുന്നോ അർജുനൻ തോൽക്കുന്നോ ദുര്യോധനൻ തോൽക്കുന്നൊന്നുമല്ല. അപ്പോൾ ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. പാണ്ഡവന്മാർ ധർമ്മിഷ്ഠന്മാരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ ഗുണപാഠം പഠിക്കുക? നമ്മൾ ധർമ്മം വദ ധർമ്മം ചര. ധർമ്മം സംസാരിക്കണം, ധർമ്മത്തിൽ ചരിക്കണം, ധർമ്മത്തിൽ നടക്കണം, അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ജീവികളെ കൊന്നു തിന്നുക എന്നുള്ളത് അധർമ്മമാണ്. നിങ്ങളിപ്പോൾ എന്ത് തിന്നാലും എന്നെ ബാധിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊക്കെ എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാനൊരു ഭാഗവത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് സ്വതസിദ്ധമായിട്ടുള്ള വൈപരീത്യങ്ങൾ ഉണ്ടായാലും അതിനെ സദാസമയവും പുഞ്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട്, കാരണം എന്താ, ലാഫ്റ്റർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ എന്നൊരു പ്രമാണമുണ്ട്. പ്രയർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ. ഇങ്ങനെ രണ്ടെണ്ണമാണ്. ഒന്ന് പ്രാർത്ഥനാ നിർഭരരായിട്ടിരിക്കുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, അച്യുത ഗോവിന്ദ, അച്യുത ആനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുത ആനന്ദ ഗോവിന്ദ. അപ്പോൾ അച്യുതൻ നമ്മുടെ ഉള്ളിലാണ് ചിതിരഹിതനായിട്ട്. ആനന്ദം ഗോവിന്ദൻ. അപ്പം ഇങ്ങനെ ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് നമുക്ക് ആത്മാരാമത്വത്തിലിരിക്കാം. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? ഞാനൊരു ഒരു ശപഥം ചെയ്യണു. ഞാൻ ഭഗവാനെ കൊണ്ട് അസ്ത്രം പിടിപ്പിക്കും. അത് സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക സമയത്ത് മഹാഭാരത യുദ്ധം ഭീഷ്മ പിതാമഹൻ തന്നെ ജയിക്കും എന്നുള്ള നിലയിൽ വീരശൂര പരാക്രമിയായിട്ട് പരശുരാമനിൽ നിന്ന് മുറകൾ പഠിച്ച ആളാണ് ആര്? ഭീഷ്മ പിതാമഹൻ. അപ്പോൾ ഭീഷ്മ പിതാമഹനൊക്കെ ഒരുപാട് വരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വച്ഛന്ത മൃത്യു, ആർക്കും അദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റില്ല. അദ്ദേഹമായിട്ട് തീരുമാനിക്കണം ഞാൻ മരണത്തിന് കീഴ്പ്പെടാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഭക്തന് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ലേ? കുറേയൊക്കെ ഭീഷ്മ പിതാമഹനായിട്ടില്ലെങ്കിലും ഭാഗവതത്തിൻ്റെ മാധ്യമത്തുകൂടി മോക്ഷം നേടിക്കൂടെ നമ്മൾക്ക്, പുനരഭിജനനം വേണ്ടാന്ന് വെച്ചുകൂടെ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പ്രത്യേക സമയത്ത് വീണു ഉടഞ്ഞു കിടക്കുന്ന ഒരു തേരിൻ്റെ ചക്രം എടുത്ത് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ ഓങ്ങാണ്. അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? ഉടനെ അർജുനൻ കയറി കൈ പിടിച്ചു. അന്നൊരു സത്യം ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. എന്താണ്, സത്യവിലോപം ഉണ്ടാവരുത്. ഭീഷ്മർ വേഗം നമസ്കരിച്ചു. എനിക്കത് മതി, എനിക്കത് മതി. എന്ത് മതി? അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അസ്ത്രം എടുക്കില്ല എന്നുള്ളത്. ഇപ്പം എന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടല്ലേ അസ്ത്രം എടുത്തത്, അത് മതിയെന്ന്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ ചിരിച്ചു. എൻ്റെ ഭക്തൻ ജയിച്ചു എന്നാ. എൻ്റെ ഭക്തൻ ജയിച്ചു, ഞാൻ എൻ്റെ ഭക്തനെ ജയിപ്പിച്ചു. ഇതാണ് ഭാഗവതം. ഭാഗവതത്തിൽ ഓരോ പദത്തിലും അത് വരാൻ പോകുന്നുണ്ട്. പതേ പതേ ഭക്തിയാണ്. ഓരോ പദത്തിലും ഭഗവത് ഭക്തിയാണ്. ആ ഭക്തി നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പോരായ്മകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. ബാക്കി ലൗകികമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളും സുഖമാണ് എന്ന് വിചാരിക്കുന്നത് സത്യത്തിൽ സുഖമല്ല, വേദനാജനകമാണ്. ഇൻക്ലൂഡിങ് സ്ത്രീ പുരുഷ ബന്ധം. ഞാൻ വളരെ തുറന്നു പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ കുട്ടികളെ പ്രായവ്യത്യാസം ഇല്ലാതെ കണ്ട് ഒരു പുരുഷന് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ മൊബൈലിൽ നോക്കി സമാധാനിക്കുന്ന ഈ സാഹചര്യത്തിൽ കാരണം എന്താ? ഭക്തി ഇല്ലാണ്ട് പോയി, ഭഗവത് ഭക്തി ഇല്ലാതെ കണ്ടുപോയി. സ്ത്രീ ആരാധ്യയായിരിക്കണം. സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഭർത്താവോ മകനോ അനിയനോ ഏട്ടനോ
ആരാണ് ഉത്തരവാദി? ആ ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിൽ വീണാൽ, ഇപ്പൊക്കെ ഇൻ്റർലോക്കും പിന്നെ എന്താണെന്ന് പറയുക, വലിയ വലിയ തരത്തിലുള്ള നിലം പണിക്കാണ്. പക്ഷേ സാധാരണ ഇത് എഴുതണ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മണ്ണിൽ വീണാൽ എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ വീണാൽ എത്ര മൺതരികൾ നനയും, അത്രയും ജന്മം ആ ദുഃഖത്തിന് കാരണക്കാരനായ ആൾക്ക് ഗതിയില്ല എന്നാണ്. അപ്പം സ്ത്രീ സ്വാതന്ത്ര്യം ന അർഹതി എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ ക്രോപ്പ് ചെയ്യും, ഞങ്ങൾ ഷർട്ട് ഇടും, ഞങ്ങൾ ടൈ ഇടും പറഞ്ഞത് നടക്കുന്നത് അപഹാസ്യമാണ്. ഈശ്വരനെ വെല്ലുവിളിക്കുകയാണ്. ഈശ്വരൻ തന്നിട്ടുള്ള അനുഗ്രഹാശസ്സുകൾക്ക് എതിരെ നമ്മൾ ശബ്ദഘോഷം നടത്തുകയാണ്. അത് ഏതുമാതിരി? ആന പോവുമ്പോൾ ഒരു പൂച്ച വന്നാലും ആന ശരീരം വലുതാണ് പറഞ്ഞ കാര്യമില്ല, ആനയ്ക്ക് ഭയം ഉണ്ടാവും. കാരണം എന്താ? ആനയുടെയും പൂച്ചയുടെയും ആത്മാവ് ബാലാഗ്ര ശതവാഗസ് വിസ്തരസ് ഏകോ ജീവ. ആ ചൈതന്യം അത്രയും ഭാരം കൂടിയിട്ടുള്ള ശരീരത്തിന് നടക്കാൻ ഉപയോഗിക്കണമെന്നല്ലാണ്ട് ബുദ്ധിയൊക്കെ ഒരേ മാതിരിയാണ്. ഭയം, സംസാര ഭയമാണതിന്. ഞാൻ പറഞ്ഞ മനസ്സിലായി. വടിയെടുത്താൽ ആന ചൂളി, അടിയിൽ മീതെ ഒടിയില്ല എന്നാണ്. അടിയിൽ മീതെ ഒടിയില്ല. ആ അടി എപ്പം നിർത്തി കുട്ടികൾ പഠിക്കാതെ ഉണ്ടായി. 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ വേണമെന്ന് പറഞ്ഞ കാരണം കുട്ടികൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുകയാണ് അമ്മ. അതാണോ സ്നേഹപ്രകടനം? അല്ല, അതല്ല സ്നേഹപ്രകടനം. അതാ കുട്ടീനെ ഒന്നിനും കൊള്ളാതെ കണ്ടാക്കുകയാണ്. സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനത്തിലത്തെ കാര്യം അതൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ കഥ പറഞ്ഞു അതൊക്കെ നമ്മളെ മനസ്സിലാക്കി അതിൻ്റെ ഗുണപാഠങ്ങൾ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ പറയണു, വിചാര്യ നിരൂപണം ചെയ്തിട്ട്, അത് വലിയൊരു വാക്കാണ്. ഏത്? ഈ സംസാരഭയത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. വിചാര്യ, നമ്മൾക്ക് വിചാരമില്ല, വിചാരമില്ല, നമ്മൾക്ക് വികാരമുണ്ട്. ഇനി ഭാഗവതം പറയണോ, വിചാര്യ നിരൂപണം ചെയ്തിട്ട് വച്മി, ഞാൻ പറയുന്നു, ഞാൻ വചിക്കുന്നേൻ. വചിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കുക. ഇപ്പം എന്താ പറഞ്ഞത്? ഞാനും നിങ്ങളും ഒരു കാര്യം വിചാരിക്കാതെ കണ്ട് വികാരം കൊണ്ട് സംസാരിക്കരുത്. അല്ല, നിങ്ങളെ ഒരാൾ നായേന്ന് വിളിച്ചു, നീ എന്താ മുണ്ടാണ്ടിരിക്കണത് ചോദിക്കും ചിലവർ. അപ്പം ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, എന്നെ ഒരാൾ നായിൻ്റെ മോനേന്ന് വിളിച്ചാൽ ഞാൻ പ്രതികരിക്കില്ല. കാരണം എന്താ? എൻ്റെ അച്ഛൻ രംഗയ്യരാണെന്നും അദ്ദേഹം എനിക്ക് ഋഷിതുല്യരാണെന്ന് പറഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിനെ നായെന്ന് വിളിച്ചാൽ എനിക്കും ബാധകമല്ല, അദ്ദേഹത്തിനും ബാധകമല്ല. പിന്നെ ആർക്കാ ബാധകം? ഈ വിളിച്ച ആൾക്ക്. കാരണം എന്താ? ഇയാളുടെ തലയുടെ ഉച്ചിയിലൊരു തഥാതുണ്ട്. ആ തഥാതൻ തഥാസ്തു എന്ന് പറഞ്ഞു, നീയാണ് നായിൻ്റെ മോനാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികളേനെ കൂടി അസത്തേ എന്ന് വിളിക്കരുത് ദേഷ്യം വരുമ്പോൾ. എൻ്റെ വയറ്റിൽ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പരിതാപിക്കും. അപ്പോൾ കുട്ടികളെ നമ്മൾ നെഗറ്റീവ് എനർജി ഉള്ള പേരുകൾ വിളിക്കരുത്. മൂദേവി, നമ്മളാണ് ആരാ വിളിച്ചത്? തഥാതൻ പറയും തഥാസ്തു എന്ന്. അപ്പോൾ മൂദേവി, നമ്മൾ മൂദേവിയാവും. അങ്ങനെ വേണോ? അപ്പോൾ എന്നിൽ കവിഞ്ഞൊരു ചൈതന്യം ഇല്ല എന്ന് പറയുന്ന താല്പര്യം എന്താ? എ ടു സെഡ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ജന്മം തരുമ്പോൾ ഞാൻ നാരങ്ങ വിളക്ക് വെച്ചതുകൊണ്ട് ഭഗവതിക്ക് എൻ്റെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. അതിനൊരു സപ്പോർട്ട് വേണം. എന്താ? നമ്മളൊക്കെ മലബാറിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഉണ്ണിഭ്രാന്തൻ, നാരായണത്ത് ഭ്രാന്തൻ ഇല്ലേ? നമ്മൾ തുലാമാസത്തിൽ മല കയറാൻ പോവുമല്ലോ.
അദ്ദേഹം ചുടലയിൽ ആണ് കഞ്ഞി വെച്ച് കുടിച്ചേരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുടലയിൽ ആര് വരും? ഭദ്രകാളി വരും. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, ഏയ് ഇതൊക്കെ എൻ്റെ സമയമാണ്. എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. അതെന്താ ഉണ്ടോ? ഈ രാത്രിക്ക് 4 യാമങ്ങളുണ്ട്, പകലിനും 4 യാമങ്ങളുണ്ട്. ഓരോ യാമങ്ങളും ഒരു ശരാശരി 3 മണിക്കൂർ കൂടിയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ രാത്രി യാമത്തിൻ്റെ കഥയാണ് പറയേണ്ടത്. അപ്പോൾ രാത്രി ഒരു ശരാശരി 6 മണിക്ക് മുതൽ 9 മണി വരെ എന്ന് പറയാം ഒരു യാമം. ആ യാമം മനുഷ്യന്മാർക്ക് ഈശ്വരോപാസന ചെയ്യാനുള്ളതാണ്. 9 മണി മുതൽ 12 മണി വരെ ഉള്ളത് ദേവന്മാർ ഈശ്വരനെ ഉപാസിക്കുന്ന സമയമാണ്. 12 മണി മുതൽ 3 മണി വരെ ആസുരീയ രാക്ഷസീയ പ്രകൃതികൾ ഈശ്വരനെ ഉപാസിക്കുന്ന സമയമാണ്. പിന്നെ അഗെയിൻ ബ്രഹ്മമുഹൂർത്തമായി 3 മണിയായ 3 മണി മുതൽ 6 മണി വരെ വീണ്ടും ഈശ്വരനെ ഉപാസിക്കേണ്ട സമയമാണ്. ഇത് ഞാൻ രാത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. സദാസേവ്യയിലെ 9 മണി മുതൽ 3 മണി വരെ നമ്മൾക്ക് ബ്രേക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. എന്തിന്? ഉറങ്ങാൻ. പക്ഷെ നമ്മൾ 9 മണിക്കല്ല ഉറങ്ങണത്, നമ്മൾ 12 മണിക്കാണ് ഉറങ്ങണത്. പിന്നെ നമ്മൾ 6 മണിക്കല്ലേ എണീക്കുള്ളൂ. അപ്പോഴേക്കും ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരം കേടുവരും, മനസ്സ് കേടുവരും. അതിന് നമ്മൾ ഈശ്വരനെ കുറ്റം പറയാൻ പാടുമോ? ആയുർവേദത്തിനെ കുറ്റം പറയാൻ പാടുമോ? അലോപ്പതിനെ കുറ്റം പറയാൻ പാടുമോ? പാടുമോ ചോദിച്ചാൽ പാടില്ല. ഞാൻ പാടില്ല. ഞാൻ പാട്ട് പാടില്ല എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ 1 മണി 1:30 മണി വരെയൊക്കെ പരിപാടി വയ്ക്കും. അതൊക്കെ തെറ്റ. അമ്പലത്തിൻ്റെ ഉള്ളിൽ പരിപാടികൾ വയ്ക്കരുത്. അപ്പോൾ ഈ കഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അവരവർ സ്വയം പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യണം. അവരവർ ജനറേറ്റ് ചെയ്യണം. അത് ഭഗവാനല്ല. ഉത്സാഹം വേണം. ചെയ്യുന്ന ജോലി തൃപ്തികരത്തിൽ ചെയ്യണം. എനിക്ക് ഇഷ്ടമാണ് ജോലിച്ചാൽ എനിക്ക് സമയം പോകണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ എപ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കും ഇല്ലേ? സപ്താഹവേളയിൽ 2 തരം ആൾക്കാരുണ്ട്. ഏതാ? ഒന്നിങ്ങനെ വാച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാർ. എന്തിന്? ശാപ്പാടായോ ഇയാളെപ്പോഴാണ് നിർത്തുക. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞിട്ട് പിന്നെ ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞിട്ട് ആരതി ഒഴിയാൻ തുടങ്ങും. അപ്പോൾ ചിലവർ ഞെട്ടി, അയ്യോ ഈ ഊണ് കഴിക്കണതിൻ്റെ മുമ്പത്തെ പരിപാടി കഴിഞ്ഞോ, എന്ത് രസമായിരുന്നു ഇത് കേൾക്കാൻ. ഇത് രണ്ടും മനുഷ്യ മനസ്സിൻ്റെ ആവേശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യത്തിൽ മനസ്സ് വ്യാപരിച്ചാൽ സന്തോഷം. പക്ഷേ അവിടെ ഒരു കറക്ഷൻ വരും. ഇഷ്ടമുള്ള ആധ്യാത്മിക കാര്യത്തിൽ മനസ്സ് വ്യാപരിച്ചാൽ മനസ്സിനും ശരീരത്തിനും ഊർജം കിട്ടും. ഇനി ഈ മനസ്സ് വ്യാപരിക്കുന്നത് ലൗകിക സിദ്ധാന്തത്തിലാണെന്ന് വിചാരിക്കുക. എന്താ ഫലം? ക്ഷയം. ക്ഷയം. ഇതിനേക്കാൾ മീതെ ഇത് വിസ്തരിക്കേണ്ട നമുക്ക്. അപ്പോൾ ഇവിടെ ഇനി അപ്പോൾ വശമി ഞാൻ ഭജിക്കുന്നേൻ വിചാര്യ. അപ്പോൾ വിചാരം കൊള്ളണം. ഈശ്വരനെ വിചാരിക്കൂ സദാസമയത്തും. അതിന് പുണ്യപാപങ്ങളൊന്നുമില്ല. ഇപ്പോൾ കക്കൂസിലിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഇത് വൃത്തികെട്ട ഭാഗമാണ് അല്ല, അത് നമ്മുടെ ആവശ്യമുള്ള ഭാഗമാണ് അല്ലേ? അപ്പോഴും കൃഷ്ണ ഗുരുവായൂരപ്പ പറഞ്ഞുകൊണ്ട് കാര്യം കുഴപ്പമില്ല. ചിലപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് നിലവിളിക്കേണ്ടി വരും. ഈ മലം ശരിക്കും പോകണമെന്നുണ്ടെങ്കിൽ അനായാസേന എന്നൊരു വാക്കുണ്ട്. അനായാസേന മരണം സംഭവിക്കണമെന്ന് പറഞ്ഞ മാതിരി കൂടുതൽ കോലാഹലമില്ലാതെ കൊണ്ട് അപാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് നമ്മൾ മൂത്രമൊഴിക്കണതും കക്കൂസ് പോകണം. സ്ത്രീകൾ പ്രസവിക്കണതും അപാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കണം. അതിനാണ് പണ്ടത്തെ കാലത്ത് നഴ്സുമാർ പറയും അല്ലേ, ഇനി ഞാൻ കാലൊക്കെ അങ്ങനെ മടക്കി വെച്ച് പരത്തി വെച്ച് മുക്കു പറയും. അതിനവർ സഹായിക്കും.
ചിലപ്പോൾ ചില കൈക്രിയകളൊക്കെ ചെയ്യും. അതാണ് ഈ ചെറിയ ഓപ്പറേഷൻ അറിയാത്ത രീതിയിൽ, സിസേറിയനല്ല, എന്നിട്ട് ചില സ്റ്റിച്ചൊക്കെ ഇടും. അപ്പോൾ എന്താ ഞാനത് ഇത്രയൊക്കെ പറയണത്? ഇതാണ് സത്യം. ഇതിനെ ഭയന്നിട്ടാണ് ഈ ആൾക്കാർ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് പ്രസവം എന്നുള്ളത് തെറ്റായി വ്യാഖ്യാനിക്കും. അപ്പോഴാണ് പെൺകുട്ടികൾ പറയും, മകളാണെങ്കിലും മരുമകളാണെങ്കിലും പറയും, ഓപ്പറേഷൻ മതി ഇട്ടുക. എന്താ ഓപ്പറേഷൻ മതി ഇട്ടുക വെച്ചാൽ വേദന ഇല്ല. ഏത് വേദന? പ്രസവ വേദന അറിയില്ല. ആ പ്രസവ വേദന അറിയാത്ത കുട്ടികൾ ചിലപ്പോൾ അമ്മേനെ ചിലപ്പോൾ ധിക്കാരായിട്ട് സംസാരിച്ചു എന്ന് വരും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ മകളും ഓപ്പറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്, എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റേന്ന് പറഞ്ഞാൽ യാതൊരു താല്പര്യമില്ല പാടില്ല എന്ന് പറയാൻ കാരണം എനിക്കുള്ള ഗുണങ്ങളൊക്കെ എൻ്റെ കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം എന്ന പദത്തിന് എന്താ അർത്ഥം ഒരു മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ സാമാന്യ അർത്ഥം നമുക്ക് നോക്കുക. സൂതൻ പറഞ്ഞു, ശൗനക, അങ്ങയുടെ മനസ്സിൽ കഥാശ്രവണത്തിൽ സന്തോഷമുള്ളത് കൊണ്ട് സർവസിദ്ധാന്തങ്ങളുടെ സാരമായിരിക്കുന്നതും, അതായത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരാംശമാണ് പുരാണം എന്നുള്ളത് മനസ്സിലാക്കണം. ചിലവർ പറയും പുരാണങ്ങൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ശരി, ഞാൻ സമ്മതിച്ചു. അറിവില്ലാത്തവർക്ക് ചതുർവേദങ്ങളിലും അനേകം ഉപനിഷത്തുകളുള്ള കാര്യങ്ങളാണ് സരസമായ ഭാഷയിൽ വേദവ്യാസർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയണു, ഹേ ശൗനക, അങ്ങയുടെ മനസ്സിൽ കഥാശ്രവണത്തിൽ സന്തോഷമുള്ളത് കൊണ്ട് സർവസിദ്ധാന്തങ്ങളുടെ സാരമായിരിക്കുന്നതും ജീവൻ്റെ ജനന മരണ ക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതുമായ, ഇപ്പം മനസ്സിലായോ? സംസാര ഭയനാശനം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ, അമ്മയുടെ വയറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാലും അതത്ര ഇഷ്ടമുള്ള സുഖമുള്ള കാര്യമല്ല. മരണസമയത്തെ വെപ്രാളം അതും ശരിയല്ല. അപ്പം അതിൽ നിന്ന് ഏറ്റവും വലിയ രണ്ട് ഭയം അതാ. പിന്നെ വേറെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തെ ഭയമാണ് കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഭയം ഇല്ലാതെ കൊണ്ട് സദാസമയത്തും ആനന്ദ നിർവൃതിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്തനും ഭക്തിയും ഭഗവാനും ഒന്നായി തീരണം. അതന്നെയാണ് ക്രമമുക്തി എന്നൊക്കെ പറയും. ജീവൻ മുക്തി, ജീവന് മുക്തി ഉണ്ടാവണം. അപ്പോൾ പറയണോ, ജീവൻ്റെ ജനന മരണക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതുമായതിനെ വിചാരം ചെയ്ത് സമുദ്ധരിച്ച് ഞാൻ പറയാം. വിചാരം ചെയ്ത് ഉദ്ധരിക്കുക. എന്തിന്? മോക്ഷത്തിന്. യഥോ എന്നതിന് സാറില്ല, അത് ഒരു ഗ്രാമറ്റിക്കൽ പോർഷൻ, അത് വേണ്ട. അപ്പോൾ സംസാരഭയനാശനം എന്ന പദത്തിന് ലോകത്തിൽ ശത്രുക്കൾ, രാജാക്കന്മാർ, ഭൂതപ്രേത പിശാചാദികൾ, രോഗാദിബാധകൾ മുതലായവ നിമിത്തം യാതൊരു ഭയമോ, അല്ലേ? അങ്ങനെയില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ ഭയമുണ്ട്? അസുഖം വന്നാലത്തെ സ്ഥിതി എന്താ? ടാക്സ് കൊടുക്കാതിരിക്കണതിൻ്റെ ഭയം എത്രയാണ്? ടാക്സ് കൊടുക്കണതിന് ഭയമില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുക കാരണം ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടേ തരുള്ളൂ. പിന്നെ ഇപ്പം എന്താ? പിന്നെ ഇപ്പോൾ വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളവർക്കൊക്കെ പേടിക്കണം. കാരണം എന്താ? അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്കുള്ള ഇൻട്രസ്റ്റ് ഇതാണ്. ഭാഗവതം പറയുക, ഒരു കുഴപ്പമില്ല, 10 പൈസ ചിലവില്ല. എത്രത്തോളം സംസാരിക്കണോ അത്രത്തോളം ഊർജം കൂടും. അതിൻ്റെ ഹാങ് ഓവർ. ഇപ്പം നിങ്ങളോട് ഞാൻ 1 മണിക്കൂർ പ്രഭാഷണം ചെയ്താൽ ചുരുങ്ങിയത് ഒരു 30 മിനിറ്റ് ഇതിൻ്റെ ഹാങ് ഓവർ ഉണ്ട്. ആ ഹാങ് ഓവർ പിന്നെ അടുത്ത എപ്പിസോഡ് പറയാനുള്ള വ്യഗ്രതയെ. അപ്പം നിങ്ങൾ ഇതിൽ താല്പര്യമുള്ളവരെ എത്രത്തോളം കൗതുകത്തോടു കൂടി എപ്പിസോഡിന് വെയിറ്റ് ചെയ്യണോ അതിനേക്കാൾ താല്പര്യം എനിക്കുണ്ട്. കാരണം എന്താ? എൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ പ്രചോദിപ്പിക്കണു, നീ എൻ്റെ നാമസങ്കീർത്തനത്തിനെ വിപുലപ്പെടുത്ത്.
നിനക്ക് എന്താ ഗുണം? എടാ, നിനക്ക് മഹാവ്യാധികൾ വരാണ്ട് ഞാൻ സൂക്ഷിച്ചോളാം, എൻ്റെ മക്കളെ ഞാൻ നല്ല നിലയിൽ കൊണ്ടു നടത്തിക്കോളാം, പിന്നെ എനിക്കെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഐ ആം ദി ബ്ലെസ്സഡ് ഫാദർ. കാരണം 2 കുട്ടികൾ, ഒരാൾക്കിപ്പോൾ ഒരു 36 വയസ്സ്, ഒരാൾക്ക് 41 വയസ്സായി. അല്ല, ഒരാൾക്ക് 35 ആയിട്ടുള്ളൂ കേട്ടോ. അവർ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, അവർ രണ്ടാളും നാരായണൻ നല്ല നിലയിൽ ജീവിച്ചു പോണു. എൻ്റെ പേരക്കുട്ടിയുടെ പേര് ശ്രിയാന. ശ്രിയ, SHRIY, ശ്രിയ. ശ്രിയ എന്നും പറയാം, SRIY, ശ്രിയ എന്നും പറയാം. മഹാലക്ഷ്മി എന്നാണ് അർത്ഥത്തുക. അതെൻ്റെ മകള് ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് ആണ്. പക്ഷേ എനിക്ക് അതിൽ താല്പര്യം തോന്നി. ഞാൻ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ കയ്യിലൊരു പേന വയ്ക്കും. എന്തിനാ? ശ്രിയ എന്നുള്ള വാക്ക് മഹാലക്ഷ്മി. അപ്പോൾ ഞാനത് എത്ര കൊണ്ട് എണ്ണി നോക്കിയിട്ടില്ല. എണ്ണി നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു റിസർച്ച് നടത്തുകയാണ്. അതേമാതിരി പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഭാഗവതത്തിൽ, പിന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ ഗജാഗ്രജ അല്ല, ഗജനല്ല, ഗദാഗ്രജ ഒരു വാക്കുണ്ട്. ഗദ ഭഗവാന്റെ കയ്യിലുള്ള ഗദയുടെ അറ്റമെന്നല്ല അർത്ഥം. പിന്നെന്താ? ഈ വസുദേവർക്ക് 13 പത്നിമാരാണ്. എത്ര? 1, 2 ഒന്നല്ല, 13 പത്നിമാർ. അതിൽ ഒരു പത്നിയുടെ അവസാനം, അതായത് വസുദേവർക്ക് ഈ 13ലും അവസാനം ഒരു കുട്ടി ഉണ്ടായ ആളുടെ പേരാണ് ഗദൻ. ആ ഗദൻ്റെ ഏട്ടനാണ് ശ്രീകൃഷ്ണൻ, ഗദാഗ്രജ. അപ്പം നിങ്ങൾ തലകുത്തി നിന്നാലും ഇത് മനസ്സിലാക്കാൻ ഇതിന് വേറൊരു വഴിയില്ല. കാരണം എന്നെപ്പോലെ ഒരു ഭ്രാന്തുള്ള ഒരാളെ കിട്ടിയാൽ നിങ്ങൾക്ക്, എന്നെപ്പോലെയുള്ള ഭ്രാന്തുള്ളവരുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഗദാഗ്രജ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഗദാഗ്രജ, ശ്രിയ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി എന്നാണ് അർത്ഥം പറയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ അപ്പോൾ പറഞ്ഞു പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ വരുന്നത് ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കല്ല, നമ്മൾ ചെയ്തിട്ടുള്ള അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ജന്മാന്തര പാപങ്ങളാണ്. ഈ സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കഥയിൽ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ എന്താണ്? ഇവിടെ തന്നെയാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട് ജീവിതത്തിൽ. എന്താ അഭിപ്രായം? ഈ വില്ലേജ് ഓഫീസ് സ്റ്റാഫ്, വില്ലേജ് ഓഫീസർ, ബ്ലോക്ക് ഓഫീസർ, ബ്ലോക്ക് തലത്തിലുള്ളവർ, മുനിസിപ്പാലിറ്റി അംഗങ്ങൾ, അതായത് ജനങ്ങളെ സേവിക്കുന്നവരൊക്കെ, അതിൽ MLA വരും, MP വരും. ഇവരേനൊക്കെ ഒരു 3 മാസം കൂടുമ്പോൾ ടാറ്റ ചിത്ര ക്യാൻസർ ആസ്പത്രി ഉണ്ടല്ലോ, അത് കൂടെ വരിയായിട്ട് നടത്തിക്കണം. ഒരു 7 പ്രദക്ഷിണം ഓരോരോ വാർഡ് കൂടെ ഇവരേനെ നടത്തണം. എന്തിന്? ഓരോരുത്തരും, കുട്ടികളും ചെറുപ്പക്കാരും വയസ്സായിട്ടുള്ളവരും, അവരുടെ ആരോഗ്യനില, അവരെ ശുശ്രൂഷിക്കുന്ന പാരൻസിൻ്റെ മാനസികാവസ്ഥ. ചിലവർ സ്ഥലം കിട്ടാതെ കണ്ട് കട്ടുകളിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങനൊരു 3 മാസം നടത്തിച്ചാൽ അവർ കുമ്പളം വാങ്ങൽ നിർത്തും. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പൊതുജനങ്ങൾക്ക് എത്തപ്പെടേണ്ട കാശ് അടിച്ചു മാറ്റില്ല. എല്ലാ 3 മാസം കൂടുമ്പോൾ. കാരണം എന്താ? മനസ്സ് വെറുങ്ങലിക്കും. അതന്നെ, ഇതാ മനസ്സ് വെറുങ്ങലിക്കില്ല. ശുഭ്രവസ്ത്രധാരികളായിട്ട് കരിഞ്ചന്ത നടത്തുകയാണ് ചില ആൾക്കാർ. ഞാൻ അത്രേ പറയുള്ളൂ. തനിക്ക് കിട്ടിയിട്ടുള്ള പദവി മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് ശുഭ്രവസ്ത്രധാരികളാണ് പുറത്തേക്ക്. പക്ഷെ മനസ്സിൽ മുഴുവൻ കൽമഷങ്ങളാണ്. അങ്ങനെ വരരുത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താ ഇവിടെ?
ഈ ഭയത്തെ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു രോഗാതിബാധകൾ മുതലായ നിമിത്തം യാതൊരു ഭയമോ അതിനെ നശിപ്പിക്കുന്നതെന്ന് സഗുണോപാസകൻ കൊണ്ട് പാപം നശിക്കില്ല. കാരണം ഭഗവാൻ നിർഗുണനാണ്. ഭഗവാൻ സകാമനായിട്ട് അവതാരിക്കുന്നത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനുമാണ്. ഭഗവാൻ അതിന് അധികാരമുണ്ട്. ഞാൻ കഥകളിയിൽ കൃഷ്ണനായാൽ നിങ്ങൾ എന്നെ തൊഴതൊള്ളണമെന്നില്ല. നിങ്ങൾ ഗുരുവായൂരിൽ കാറ് നിർത്തി ഹോട്ടലിൽ പോയി വിശ്രമിച്ചു സർവാംഗഭൂഷിതന്മാരായിട്ട് ഭഗവാനേക്കാൾ അല്ല, അങ്ങനെയാണല്ലോ ഒരു കൂട്ടം. എന്നിട്ട് നമ്മൾ ക്യൂ നിൽക്കാതെ കണ്ടുപോയി തൊഴുതാൽ ഇന്ന് നമ്മളെന്താ പ്രാർത്ഥിക്കണത്? എനിക്ക് ഭക്തി ഉണ്ടാവണമെന്ന് എത്ര ആൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? കിട്ടിയത് പോരാ, എനിക്ക് ആ സൗകര്യം വേണം ഈ സൗകര്യം എന്നല്ലാണ്ട് വിലപേശലല്ലേ അവിടെ നടക്കണത്. ഇത് ഭഗവാൻ അറിയില്ലേ? ഈ 2.5 അടി ഉയരമുള്ള കൃഷ്ണൻ അറിയുന്നതല്ല ഞാൻ പറഞ്ഞത്, അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് അറിയില്ലേ? നമ്മൾ അച്ഛനെയും അമ്മയെയും ധിക്കരിക്കണത് ശരിയല്ല എന്നുള്ളത് അറിഞ്ഞിട്ടും നമ്മളത് ചെയ്യണില്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിഞ്ഞാൽ അതിനല്ലേ ആരാധിക്കണത്. പണ്ട് പ്രത്യേകിച്ച് നമ്പൂതിരിമാർ, കേരളത്തിലെ ബ്രാഹ്മണർ, അവർ 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീറ്റ് ഇല്ലത്തെ കുളത്ത് പോയി കുളിക്കുക. അവർ എല്ലാവർക്കും കുളപ്പര ഉണ്ടാവും. ആ കുളപ്പരയിൽ തന്നെ വാൽപ്പലക വെച്ചിട്ടുണ്ടാവും. ഒരു പൊത്തിൽ മുക്കീരി വെച്ചിട്ടുണ്ടാവും, ഉമിക്കേരി വെച്ചിട്ടുണ്ടാവും, ഒരു പൊത്തിൽ ഭസ്മം വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇരുന്ന് ജപിക്കുകയാണ്, മുട്ടുകുത്തി ഇരിക്കുകയാണ് പലകയിൽ. ജപിച്ച് പരപരാന്ന് വെളുക്കുമ്പോഴേ ഇല്ലത്തേക്ക് കയറി പോവുള്ളൂ. അപ്പം ഇല്ലത്തെ ഏറ്റവും പ്രായമായിട്ടുള്ള സ്ത്രീ ആത്തോലമ്മ എന്ന് പറയും, അമ്മാത്തളെന്ന് വരും. എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ബന്ധമാണ് എൻ്റെ. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ തെക്കിനിയിലോ വടക്കിനിയിലോ കിഴക്കിനിയിലോ എവിടെയാണ് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതീനെ, ഒന്നില്ലെങ്കിൽ ആരും മഹാവിഷ്ണുവിനെ വയ്ക്കില്ല, പ്രത്യേകിച്ച് നമ്പൂതിരിമാർ. അവരൊക്കെ ഒന്നില്ലെങ്കിൽ വേട്ടക്കാരൻ മകൻ അല്ലെങ്കിൽ ശിവൻ എന്നുള്ള ഭാവനയിൽ, അല്ലെങ്കിൽ ഭഗവതി ഭദ്രകാളി തുടച്ച് വൃത്തിയാക്കിയിട്ട് വെള്ള നിവേദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ വിളക്ക് കൊളുത്തി ആചാരപ്രകാരം നിവേദ്യാദികളൊക്കെ സമർപ്പിച്ച് നമസ്കരിച്ചതിന് ശേഷമേ എന്തെങ്കിലും ചായ കുടിക്കുള്ളൂ. അതിനൊക്കെ ലോപം വന്നു. അതുകൊണ്ടൊക്കെ അവർക്ക് ക്ഷയം വന്നു. ക്ഷയം എന്നാൽ സൂക്കടല്ല, ക്ഷയിച്ചു. അതിന് പേര് ഭൂപരിഷ്കരണ നിയമം എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഈ ഈശ്വരോപാസന വേറൊരാൾ ചെയ്യാൻ ഇടവരരുത്. എനിക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് ഈശ്വരോപാസന ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ അച്യുത ഗോവിന്ദ എന്നുള്ള പര്യായങ്ങൾ ഞാൻ ഉച്ചരിക്കണം. അത് വില കൂടിയിട്ടുള്ള കാറുകളിലുള്ള സ്പീക്കർ സിസ്റ്റോ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്പീക്കർ സിസ്റ്റോ അല്ലെങ്കിൽ എന്തൊക്കെയാ പറയുമല്ലോ, ഹോം ടെക്കറെന്നോ എന്തൊക്കെ അല്ലേ, എനിക്കറിയില്ല അതിനെ പറ്റില്ല, ഞാനൊന്നും ശീലിച്ചില്ല. അപ്പോൾ എനിക്ക് ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കണമല്ലേ, ഞാൻ തന്നെ കുടിക്കണമല്ലോ. അപ്പോൾ അതേപോലെ ഈശ്വര ഉപാസന അവരവരെന്നെ ചെയ്യണം. അതിന് വലിയ അറിവൊന്നും വേണ്ട, അവരവരുടെ പരിധിക്ക് ഉള്ളിലുള്ള അറിവ് മതി. നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആർക്കാ ബുദ്ധിമുട്ട്? അപ്പം ഇവിടെ പറഞ്ഞു വന്നത് ജീവന് ജനന മരണ ക്ലേശങ്ങൾക്ക് കാരണമായിരിക്കുന്ന മൂല അജ്ഞാനാണ് ജനനം പുനരഭി മരണം. നീ എന്നെ എനിക്ക് 7 ജന്മം ഭർത്താവണം, നീ എന്നെ ഭാര്യ ആവണം എന്നുള്ളത് അതിന് ജനന മരണ ക്ലേശങ്ങൾക്ക് കാരണം മൂല അജ്ഞാനം. അവിടെ വാക്ക് മൂലാജ്ഞാനം എന്നാ. മൂല എന്ന് കഴിഞ്ഞിട്ട് ദീർഘം വെച്ചാൽ അവിടെ അകാരം തുടങ്ങണം. അത് കൂട്ടക്ഷരാണ്. അപ്പോൾ ധർമാധർമ്മങ്ങളല്ല, ധർമ്മ അധർമ്മങ്ങൾ എന്നാ. ധർമ്മ അധർമ്മങ്ങൾ, ആ ദീർഘം അകാരം കൂട്ടി വായിക്കണം. അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിച്ചവർക്ക് ഇത് മനസ്സിലാവില്ല, അറിയില്ല. അവർ പറയും ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണല്ലോ, ഇതിൽ അധർമ്മം എന്ന് എഴുതിയിട്ടില്ലല്ലോ.
പുണ്യാപുണ്യങ്ങൾ അപുണ്യങ്ങൾ എന്നാ. പുണ്യ എന്ന് കഴിഞ്ഞാൽ ദീർഘമുണ്ടാവും. ഇതൊക്കെ അക്രോസ് ദി ടേബിൾ ഇരുന്നാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ പ്രഭാഷണം ചെയ്യുള്ളൂ എന്ന് ഷഡിക്കാൻ കാരണം, എൻ്റെ നാട്ടുകാർ എന്നോട് ഷടിച്ചു ഭാഗവതം മൂലെടുക്കണമെന്ന്. അപ്പോൾ ഞാനും ഷടിച്ചു. അതിന് കാരണം എന്താ? എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയാം. എന്നെ കണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെറും സൗണ്ട് കൊണ്ടൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ചൂട് പിടിച്ചിട്ടുള്ള ഒരു ക്ലാസ് എങ്ങനെ 8 മിനിറ്റിന് എനിക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്താ പറയുക? എങ്ങനെ കണക്ഷൻ കിട്ടുക? അതുകൊണ്ട് എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ജനന മരണ ക്ലേശങ്ങൾക്ക് കാരണമായിരിക്കുന്ന മൂല അജ്ഞാനം യാതൊന്നോ അതിൽ നിന്നുള്ള ഭയത്തെ ജയിക്കുന്നതെന്ന്. ഭയത്തെ ജയിക്കുക, ഭയമുണ്ട് അതിന് ജയിക്കുന്നതെന്ന് നിർഗുണോപാസകന്മാരും അർത്ഥം നിശ്ചയിക്കും. ആ 2 വിധമായ ഭയത്തെയും നശിപ്പിക്കുന്നതായ പരമമായ ഉപായം യാതൊന്നോ ആ രഹസ്യാർത്ഥത്തെ, ഈ പരമമായത് എന്ന് പറഞ്ഞ രഹസ്യമാണ്, ആരോടും പറയാൻ പാടില്ല, ചോദിച്ചവരോടെ പറയാവൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഷഡിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. തെങ്ങിൻ്റെ മുകളിൽ മൈക്ക് വെച്ച് പറയേണ്ടതല്ല സപ്താഹം. കാരണം എന്താ? ചോദിക്കുന്നവരോടെ പറയാൻ പാടുള്ളൂ, കേൾക്കാൻ താല്പര്യമുള്ളവരെ കേൾപ്പിക്കാവൂ. ഒരു 3-4 ഫർലോങ് ബോക്സ് വെച്ച് കേൾപ്പിക്കാൻ പാടില്ല. ആവശ്യക്കാർ വക്താവിൻ്റെ അടുത്ത് വന്നിരിക്കണം, വിനീതമായിട്ടിരിക്കണം, ശീതോഷ്ണങ്ങളെ അതിജീവിക്കാൻ സാധിക്കണം. സപ്താഹത്തിന് പോയാൽ ഫാനുള്ള തിക്കിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മമതയല്ലേ ചെയ്യണത്? നമ്മൾ ആസ് എ പേഴ്സൺ സുഖദുഃഖങ്ങൾ, എനിക്ക് സുഖം മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കാര്യം പോട്ടെ, എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിട്ട് വരുമ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പരമമായ ഉപായം യാതൊന്നോ ആ രഹസ്യാർത്ഥത്തെ ചോദിച്ചാൽ പറയും വേണം. ആ രഹസ്യാർത്ഥത്തെ പറയാമെന്ന് സൂതൻ്റെ പ്രതിജ്ഞ. ഞാൻ ചെയ്യാം, ഒരു കമ്മിറ്റ്മെൻ്റാണ് സമൂഹത്തിനോട്. എനിക്ക് അറിയണത് ഞാൻ പറയാം. അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നതും സർവസിദ്ധിയെ നൽകുന്നതും പരമോത്കൃഷ്ടവുമായ സാധനം യാതെന്നോ അതിനെ പറയാമെന്ന് സാധനം. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റാണ്. നിങ്ങൾക്ക് ഇന്നന്ന ദുഃഖം എന്നല്ല, മുട്ടുവേദന, പല്ലുവേദന, ചെവി വേദന, ഇതൊന്നുമല്ല, എല്ലാ വേദനയും കൂടിയിട്ടുള്ളതാണ് പ്രസവ വേദന. അപ്പോൾ പ്രസവ വേദന ഇല്ലാത്ത നിലയ്ക്കാക്കാമെന്ന് പറഞ്ഞാൽ ജനിക്കാണ്ട് നോക്കാമെന്നർത്ഥം. ജനിക്കാണ്ട് നോക്കാമെന്ന് പറഞ്ഞാൽ മരിക്കാണ്ട് നോക്കാമെന്നർത്ഥമായി. അപ്പോൾ ജനന മരണമാകുന്ന മഹാവ്യാധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന മോക്ഷമാകുന്ന രഹസ്യത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഭാഗവതം പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. വ്യാസർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിലുള്ള കഥകൾ പറഞ്ഞ് ഇതിലത്തെ മന്ത്രങ്ങൾ വെച്ചിട്ട് പിന്നെ എന്താണ് പറയുക, ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇല്ലേ ഒരു അർച്ചന പതിവുണ്ടല്ലോ. എൻ്റെ പേരിലാണത് അർച്ചന. ഏത്? വിദ്യാഗോപാല അർച്ചന. വിദ്യ ഒരു ദിവസം അർച്ചനയിൽ ഉണ്ടാവുമോ? എന്നാൽ എല്ലാവരും തുഞ്ചത്തെഴുത്തച്ഛനാവേണ്ടതാണല്ലോ, അല്ലെങ്കിൽ എല്ലാവരും നാരായണ ഭട്ടതിരി ആവേണ്ടതാണല്ലോ. അതായിട്ടില്ലല്ലോ, ആവില്ലേ. സോറി കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നതും സർവസിദ്ധിയെ നൽകുന്നതും. ഒരു സിദ്ധിയല്ല, ദൂരത്ത് നടക്കുന്നത് കാണാൻ ഒരു സിദ്ധിയാവണേ ഉള്ളൂ, അല്ലെങ്കിൽ തടി കുറയ്ക്കുക ഒരു സിദ്ധിയേ ഉള്ളൂ. ഇപ്പോൾ ജിംനാസ്റ്റിക്സിൽ 2 തരം ആൾക്കാർ പോകുന്നുണ്ട്. തടി കൂട്ടുന്ന ആൾക്കാരും, തടി കൂടാനും പോകുന്നുണ്ട്, തടി കുറയ്ക്കാനും പോകുന്നുണ്ട്. അത് തമാശയിൽ വാട്സപ്പിലൊക്കെ വരും. പണ്ടൊക്കെ ഊണ് കഴിക്കാൻ കിലോമീറ്റേഴ്സ് നടന്നിട്ട് പോയി ഊണ് വെച്ചായിരുന്നു. ഇന്ന് തടി കുറയ്ക്കാൻ വേണ്ടി ഊണ് കഴിച്ചിട്ട് കിലോമീറ്ററുകൾ ആൾക്കാർ നടക്കണു.
ഇപ്പം തിരിച്ച വെള്ളമായി, സ്വിച്ചിട്ട ഗ്രൈൻഡറായി, ഓവനായി, ഗ്യാസ് കുക്കായി, അല്ലേ? എന്തൊക്കെയുണ്ട്. ഡിഷ് വാഷറായി, വാഷിംഗ് മെഷീനായി, ഉണക്കിയിട്ട് ഇസ്തിരിക്കിടാൻ മെഷീനായി. എന്നിട്ടും 10-16 വയസ്സിൽ അല്ലെങ്കിൽ 10-18 വയസ്സുള്ള സ്ത്രീകൾ പറഞ്ഞു അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്. സർവാംഗം വേദനയാണ് അമ്മേ, അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ അമ്മായി. ഭർത്താവ് നല്ല മൂഡിൽ വരുമ്പോഴാണ് പറഞ്ഞത് എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പണ്ടൊക്കെ മഴക്കാലത്ത് പാടത്ത് നാറ് നടുമ്പോൾ കുണ്ടം കൂടെ ആയിട്ടുള്ള സ്ത്രീകൾ എവിടെയുടെ ഒരാളെ കാണാനില്ലല്ലോ. മുതലാളി ചോദിക്കും, അല്ല ഏമാനെ അവൾ പ്രസവിക്കാൻ പോയി എന്ന്. ഇപ്പോൾ വരുന്നു, മൂത്രമൊഴിക്കാൻ പോണ കൂട്ടത്തിലാണ്. പ്രസവിച്ച് വന്ന പിന്നെയും നാറ് നടും. നമ്മൾക്കതൊരു അതിശയോക്തി ഉണ്ടാവാം. അതിശയോക്തിയല്ല, എല്ലാറ്റിനും നമ്മൾ ഭയപ്പെടുകയാണ്. പരീക്ഷത്തിനെ സംരക്ഷിച്ച പോലെ എൻ്റെ വയറ്റിലുള്ള കുട്ടീനെ മഹാവിഷ്ണു സംരക്ഷിക്കും എന്നുള്ള അത് അറിയണമെന്നുണ്ടെങ്കിൽ ഭാഗവതം പഠിക്കണം. അത് പഠിക്കാതെ കണ്ട് മാസമുറ തെറ്റിയാൽ പിന്നെ ബെഡ് റെസ്റ്റാണ്. അതുവരെയും ബെഡ് റെസ്റ്റാണ്. വീട്ടിൽ ജോലിക്ക് ആൾക്കാരുണ്ട്, പിന്നെയും ബെഡ് റെസ്റ്റാണ്. ഇങ്ങനെയാണ് 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നാളെ നമുക്ക് 9ാമത്തെ ശ്ലോകം പറയാം. ഭക്ത്യൗഘവർദ്ധനം യശ്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ അഭിദാസ്യാമി സാവധാനതയാ ശൃണു. മെല്ലെ കേൾക്കണം എന്നാണ്, സാവധാനം കേൾക്കണമെന്നാണ് പറഞ്ഞത്. നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.